നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരി, സമ്മതിച്ചു. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെയെങ്കിൽ ആ തെറ്റിന്റെ ഫലം രണ്ടുപേരും ചേർന്ന് അനുഭവിക്കുന്നതല്ലേ? ദാ, അടുത്ത 5 വർഷം അവിടെ നിൽക്കട്ടെ. എന്താ, വീണ്ടും പേടിയാവുന്നുണ്ടോ? സ്ത്രീയും പുരുഷനും ചേർന്ന് തെറ്റ് ചെയ്യും. പക്ഷേ അതിന്റെ ഫലം സ്ത്രീ മാത്രം അനുഭവിക്കണം, അല്ലേ? ശ്രുതി, പോയിന്റുകൾ വെച്ച് തർക്കിക്കാനല്ല ഞാൻ വന്നത്. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവണം. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. എനിക്കൊന്നും വേണ്ട. ദേ, ഈ മോൾക്ക് കൊടുത്താൽ മതി. അവൾ അവളുടെ അച്ഛനെ അന്വേഷിച്ചു തുടങ്ങി. അവൾക്ക് ആവശ്യം അതാ, അത് കൊടുത്താൽ മതി. ഓഹോ, അപ്പം നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? രണ്ടും കൽപ്പിച്ചോ? എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഞാൻ നേടുക തന്നെ ചെയ്യും. വെല്ലുവിളിയാ? പേടിച്ച് വരണ്ട് നിൽക്കുന്നവരെ ആരെങ്കിലും വെല്ലുവിളിക്കോ? അവരോട് സഹതാപമല്ലേ തോന്നാറ്? അശ്വതി, അമ്മേ, നമുക്ക് പോവാം. എനിക്ക് പേടിയാവുന്നു. മോള് വാ, പോകാം. അശ്വതി, ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയത്. അവളെ തടയരുത്. ഞാൻ തടയില്ല. അവക്കെല്ലാം അറിയും. അവക്ക് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. അമ്മേ, നമുക്ക് പോവാം. ഹലോ, നാരായണനല്ലേ? ആരെ? അതെ സാർ, നാരായണ. താനെന്താടോ കിടന്ന് ബബ്ബ അടിക്കുന്നത്? താൻ എന്റെ ശബ്ദം പോലും തിരിച്ചറിയുന്നില്ലേ? സാറ് അണക്കര കൊട്ടാരത്തിലെ ജഗന്നാഥ് സാറല്ലേ? എന്താ സംശയമുണ്ടോ? താൻ നാരായണനാണെങ്കിലേ എനിക്ക് ഈ ജഗത്തിന്റെ നാഥന്റെ പേരാ ജഗന്നാഥൻ. ചുടലഭസ്മം പൂശിയിട്ടില്ലെങ്കിലും പന്നകത്തെ കണ്ടാഭരണമാക്കിയിട്ടില്ലെങ്കിലും ഞാനും ഒരു സംഹാരകനാ, അത് മറക്കണ്ട. മഹാദേവനും എന്റെ ഇഷ്ടദേവനാണ് സാർ. ഇഷ്ടദേവൻ ജടപറിച്ച് നിലത്തടിച്ച് സംഹാരതാണ്ഡവമാടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. വീരഭദ്രനെയും ഭദ്രകാളിയെയും ഒക്കെ അയക്കാൻ എനിക്കും അറിയാം. കേട്ടോടോ നാരായണ. സാർ എന്തിനാ സാർ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടെന്നോ? എന്റെ ദേഷ്യമൊന്നും ശ്രീമാൻ നാരായണൻ കണ്ടിട്ടില്ലല്ലോ. സാറ് കാര്യം പറഞ്ഞു. എടോ, അത് തന്നെയാ ഞാൻ തന്നോടും ചോദിക്കുന്നത്. ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അത് ഈ ഗണപതി കല്യാണം പോലെ നീണ്ടങ്ങ് പോവുകയാണല്ലോ. അതിനെന്തെങ്കിലും നടപടി ഉണ്ടോ എന്നറിയാനാ ഞാൻ തന്നെ വിളിച്ചത്. സാറേ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സാറിനോട് നേരിട്ട് പറയാനുണ്ട്. അതിന് സാറിന് എനിക്കൊന്ന് കണ്ടേ പറ്റൂ. അതിനെന്താ, കാണാമല്ലോ. എപ്പോ, എവിടെ വെച്ച്? ഇന്ന് രാത്രി തന്നെ കാണാം. അതല്ലേടോ ഞാൻ ചോദിച്ചത്, എവിടെ വെച്ച് കാണാമെന്ന്? സാർ, ആ മോസ്കോ കവലേ വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇന്ന് രാത്രി ഒരു 8 മണിക്ക്. ശരി ശരി സാർ. എടുത്തി, ഞാൻ മത്സരിക്കുന്നത് തന്നെ ഐശ്വര്യത്തെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ. അതെനിക്ക് ഐശ്വര്യത്തോടുള്ള അസൂയോ വൈരാഗ്യോ കൊണ്ടൊന്നുമല്ല. എടുത്തിക്കറിയാലോ, എനിക്ക് ആരോടും പകയോ വൈരാഗ്യമൊന്നും ഇല്ലാന്ന്. അതെനിക്കറിയും മോളെ. അതാണല്ലോ
എനിക്ക് നിന്നോടുള്ള ബഹുമാനവും. പക്ഷേ ഐശ്വര്യത്തെ കമ്പനിയുടെ വൈസ് ചെയർമാൻ ആക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ ഐശ്വര്യത്തെ കയറി കഴിഞ്ഞാൽ ആ കമ്പനി തകർക്കാനേ നോക്കൂ. ശമേ, നീ ആ പറഞ്ഞത് കറക്റ്റാ. എനിക്കും അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ ശീലമില്ല. പക്ഷേ ഐശ്വര്യ കമ്പനിയിൽ അധികാരത്തിൽ കയറിയാൽ നമ്മുടെ കമ്പനി തകർത്ത് കളയും. അതല്ലേ ഞാൻ പറഞ്ഞത്. അമൃതയെടുത്തിയോ ഞാനോ നമ്മളിൽ ഒരാൾ ജയിക്കണം. എടുത്തി ടൈറ്റ് മത്സര. എടുത്തി ഈ മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. മനസ്സിലുള്ള ടെൻഷൻ എല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം. മത്സരമായിരിക്കണം എടുത്തിയുടെ മനസ്സിലിപ്പോ ഫസ്റ്റ്. എടുത്തി, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാരും കൂടി വളരെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കമ്പനിയാ അത്. അത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വം. ഐശ്വര്യയുടെ കയ്യില് ഈ കമ്പനിയുടെ അധികാരം കിട്ടിയ കുരങ്ങന്റെ കയ്യില് പൂമാല കെട്ടിയതുപോലെ ഇരിക്കും. അതെ, അതുകൊണ്ട് ഇനി നമുക്ക് മത്സരം. മറ്റൊന്ന്, അമൃതയുടെ മനസ്സിലുള്ള ഈ തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് അശ്വതിയെ നേരിട്ട് പോയി കാണാം. ഞാനും കൂടി വരാം. എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് തുറന്നു ചോദിക്കാലോ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ? എന്താ ഏട്ടത്തി അനിയത്തിയും കൂടെ ഒരു ഗൂഢാലോചന? കുറച്ചു ദിവസം ആയല്ലേ തുടങ്ങിയിട്ട്. ഗൂഢാലോചനയോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞത് ഒരല്പം തമാശയാണെന്ന് കരുതിക്കോ. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം നിങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. എന്താ അമ്മേ പറയുന്നേ? ഞങ്ങൾ തമ്മിലൊരു രഹസ്യമില്ല. നിങ്ങൾ രണ്ടുപേരെക്കാളും കുറെ ഓണം കൂടുതലുണ്ടതല്ലേ മക്കളെ ഞാൻ. എന്റെ മരുമക്കളൊക്കെ തമ്മില് വളരെ സ്നേഹത്തോടെ സഹകരിച്ച് ജീവിക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷം. പക്ഷേ ഒരാൾ വിഷമിക്കുന്നു, മറ്റൊരാൾ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പുകയുന്ന പ്രശ്നമാണെങ്കിൽ അത് കാറ്റടിച്ച് ആളിക്കത്തുന്നതിന് മുമ്പ് തുറന്നു പറഞ്ഞ പരിഹരിക്കാമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.